ഡെന്നും നെസ്റ്റ് ടീമും തമ്മിൽ അടിച്ച് പിരിഞ്ഞോ? കാരണം അർജുന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പോയിട്ട് ഋഷിയുടെ അടുത്ത് പറയാൻ ശരണ്യക്ക് വേണ്ടി കളിക്കുമെന്ന്? അത് കാരണം ഋഷിക്കും കളിക്കാൻ പറ്റിയില്ല, ശരണ്യ ഔട്ടായി, ഗബ്രി ജയിക്കുകയും ചെയ്തു. ഇത് കാരണം പൊട്ടിത്തെറിച്ചാണ് ഋഷി നടക്കുന്നത്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ നിന്നെ ചതിച്ചതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ശരണ്യോട് ചോദിച്ചപ്പം ശരണ്യ പറഞ്ഞു തോന്നിയെന്ന്. അപ്പോൾ ഋഷിക്ക് സത്യം പറഞ്ഞാൽ ഋഷിയുടെ എല്ലാം പോയി. ഋഷി അവിടെ അലറി വിളിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി. എടി, എന്റെ ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് മാത്രമാടി ഞാൻ നിന്റെ ഫോട്ടോ എടുത്തത്, നിനക്ക് കയ്യിൽ ഇടി കിട്ടാൻ പോലുള്ള യോഗ്യതയില്ല നിനക്ക്. നീ അവിടെ 3G ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ, നീ വലിയ വർത്താനൊന്നും പറയണ്ട. ശരണ്യ പറഞ്ഞു, ശരണ്യ എടാ ഫ്രണ്ടിന്റെ എഫെങ്കിലും നിനക്ക് അറിയാമോടാ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിക്കും. ഇതിന്റെ ഇടയിൽ കൂടെ ജാൻമണി നോരയായിരിക്കും ഈ പോയിഷൻ മൊത്തം കയറ്റിയത് എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇവിടെ നടന്നതെന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാത്തൊരു അലയൻസ് വേണമായിരുന്നെങ്കിൽ ഇവിടെ രണ്ടുപേര് ഈ കളി കളിച്ചാലേ ജയിക്കുകയുള്ളൂ. രണ്ടുപേര് കളിക്കണം, ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് കളിക്കണം, ഒന്ന് നമ്മൾ ജയിപ്പിക്കാൻ പോണ ആൾക്ക് വേണ്ടിയിട്ട് കളിക്കണം. വേറൊരാൾക്കേ നമ്മളെ ജയിപ്പിക്കാൻ പറ്റൂ. അതാണ് ഈ ഗെയിം. രണ്ടുപേര് കളിച്ചാലേ പറ്റൂ. ആ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസവും വേണം. ഋഷിയും അൻസിബയും ആദ്യം തൊട്ട് കളിച്ചോണ്ടിരുന്ന ഗെയിം വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെയാണ് ജബ്രി കളിച്ചത്, സൂപ്പറായിട്ട് കളിച്ചു. അവർ രണ്ടുപേരും കറക്റ്റായിട്ട് കളിച്ചു വന്നതാണ്. അതിൻ്റെ ഇടയിൽ അനാവശ്യമായിട്ട് നമ്മുടെ നെസ്റ്റ് ടീമിൽ അർജുൻ വന്നിട്ട് നെസ്റ്റ് ടീമിൽ നിന്ന് പവർ ടീമിൽ അർജുൻ വന്നിട്ട് നെസ്റ്റ് ടീമിന് വേണ്ടിയിട്ട് പോയി പറഞ്ഞു. അപ്പോൾ ശരണ്യക്ക് വേണ്ടി കളിക്കാൻ, ശരണ്യക്ക് വേണ്ടി. അപ്പം സത്യം പറഞ്ഞാൽ ഋഷിക്കൊന്നും മനസ്സിലാവില്ല, എങ്ങനെ ഞാൻ എങ്ങനെ കളിക്കും അവർക്ക് വേണ്ടി. അപ്പൊ അത് ഞാൻ അൻസിബേനെ ഔട്ടാക്കണോ അതോ എന്നെ ഔട്ടാക്കണോ, ഞാൻ അവളുടെ എടുക്കണോ, ഒരു പിടിയും കിട്ടുന്നില്ല. ആരുടെ എടുക്കണോ? അപ്പൊ ഞാൻ അൻസിബേനെ എടുക്കണോ, അതോ ശരണ്യയെ കൊണ്ട് എന്നെ എടുപ്പിക്കണോ, അതോ ശരണ്യയുടെ മൊബൈൽ ഞാൻ എടുക്കണോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഫുൾ കൺഫ്യൂഷനായി. ഈ ഒരു കൺഫ്യൂഷൻ വെച്ചിട്ടാണ് കളിക്കാൻ പോയത്. ഇത് അൻസിബയോട് പറഞ്ഞിട്ടുമില്ല. അൻസിബ എന്ത് ചെയ്തു? അൻസിബ ഋഷിയുടെ എടുത്തു, ഋഷി പോയിട്ട് അൻസിബയുടെ എടുത്തു. എന്നിട്ട് ഇവർക്ക് ഡൗട്ട്, ഒരു ചാർജിങ് പോയിന്റ് മാത്രമേ ഇവർ എയിമും ചെയ്തുള്ളൂ. 2 ചാർജിങ് പോയിന്റ് എയിം ചെയ്യണമായിരുന്നു ജബ്രിയെ പോലെ, അതായത് ജാസ്മിൻ ഗബ്രിയെ പോലെ. അവർ കളിച്ച പോലെ ഇവരും കളിച്ചിരുന്നെങ്കിൽ അവർ തമ്മിലായിരിക്കും കോമ്പറ്റീഷൻ വരുന്നത്. ഇത് അനാവശ്യത്തിന് ശരണ്യയുടെ പേരെടുത്തിട്ട് പുള്ളിക്കാരന് കൺഫ്യൂസുമായി കളിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇതിൽ വിഷമത്തിലിരിക്കുകയാണ്, കരഞ്ഞു വിളിച്ചിരിക്കുകയാണ് ഋഷി. ഇപ്പുറത്ത് അർജുന്റെ കൂടെ ഇരിക്കുന്നു ശരണ്യ, ശ്രീതു. ഇവരൊരു കോംബോ ആയി. അർജുനും റസ്മിനും പതുക്കെ നെസ്റ്റിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. അതെ, അവരുടെ ടീമിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇപ്പൊ ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞുതരാം. ടീമിനകത്തും ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഋഷിക്ക് ദേഷ്യം ഭംഗി പുറത്തേക്ക് വരികയാണ്. അപ്പൊ അർജുനും ശരണ്യക്ക് അയ്യോടാ പോടുന്ന്. അപ്പം ഋഷി പുറത്ത് വന്നിട്ട്, എടി ഞാൻ തന്നെ ചതിച്ചായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ശരണ്യ എടുത്ത് തോന്നി. ആണോ? ഞാൻ തന്നെ ചതിച്ചല്ലേ? എടി യവൻ പറഞ്ഞിട്ടാണ് നിന്റെ കാര്യം തന്നെ ഞാൻ യെസ് പറഞ്ഞത് കേട്ടാ, എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട്. അർജുനോട് ശരിക്കും പറഞ്ഞാൽ ഋഷിക്ക് നേരിടാൻ പറ്റുന്നില്ല, കാര്യം ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട്. ആ ദേഷ്യം മൊത്തം ശരണ്യോടാ കാണിച്ചത്. എടി ഇവൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്റെ പേര് ഞാൻ കൺസിഡർ ചെയ്തത് കേട്ടാ. നീ എന്തിനടി ആ ഡയലോഗ് അടിച്ചത്? നിനക്ക് നാളെ ഈ അർജുന് നാളെ ഡെന്നിൽ വരാൻ വേണ്ടിയിട്ടും നമ്മൾ സ്പ്ലിറ്റ് ആവാതിരിക്കാനും മാത്രമാണ് ഞാൻ ഈ കളി കളിച്ചത്. എന്നിട്ട് നീ ഇങ്ങനെ നിനക്ക് എനിക്ക് എന്റെ ഗെയിം സേവ് ചെയ്യാൻ പറ്റിയില്ല, എന്നെ ജയിപ്പിക്കാൻ പറ്റിയില്ല. എന്നിട്ട് നീ ഇപ്പൊ പറയണ ഞാൻ നിന്നെ ചതിച്ചെന്ന്. എന്തിനാണ്? നീ എന്നോട് വന്ന് സംസാരിച്ചോ? അപ്പോൾ ശരണ്യ, അർജുൻ എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു പറയുന്നില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ നിന്റെ അടുത്തൊന്നും വല്ലതും പറഞ്ഞോ? എടി നീ കൂടുതൽ സംസാരിക്കരുത് കേട്ടല്ലോ, ഞാൻ എന്റെ ഫ്രണ്ട് മാത്രമാണ്. ഈ ഋഷിക്ക് ഭയങ്കര അനാവശ്യമായിട്ട്, ഋഷി ചൂടാവുന്ന എങ്ങനെയെന്ന് അറിയാലോ നിങ്ങൾക്ക്. അനാവശ്യമായിട്ട് ഭയങ്കരമായിട്ട് ചൂടാവും, ഇമോഷണലായിട്ട്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഋഷിക്ക് പറയാൻ, വേറെ ഒന്നുമില്ല. ആകെപ്പാട് ഋഷിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വന്തം ടീമും ജയിക്കാൻ പറ്റിയില്ല, അവരോട് പറഞ്ഞതും വാക്കും പാലിക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. അപ്പം എടി നിനക്ക് ഉളുപ്പുണ്ടോടി, എടി വാടി, എടി അത്രയ്ക്ക് മാന്യത ഉണ്ടെങ്കിൽ നിനക്ക് നാണമില്ല എടി, എന്റെ ഫോട്ടോ എങ്കിലും എടുത്തു വെക്കാൻ നിനക്ക് പറ്റിയല്ലോ എന്നൊക്കെ ചോദിച്ചു. പോടാ അങ്ങോട്ട്. ശരണ്യ വയലന്റായി, ശരണ്യക്ക് ദേഷ്യമായി, വിഷമമായി ഭയങ്കരമായിട്ട്. അപ്പോൾ ആ കയ്യിൽ ആ പാട് കിട്ടാൻ പോലുള്ള യോഗ്യത നിനക്കില്ല. അങ്ങനെയൊന്നും പറയല്ലേ. ശരണ്യെ കളിച്ച് കേട്ടാ, അങ്ങനെ പറയരുത്. ശരണ്യെ കളിച്ചു. ഓരോരുത്തരെ അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യരുത്. ശരണ്യ കളിച്ചു, ഗബ്രിയുമായിട്ട് കടന്ന് പിടിവലി നടത്തിയാണ് ആ പാട് വന്നത് കയ്യിൽ. അപ്പൊ ശരണ്യ എടാ അത് കേട്ടപ്പോൾ ശരണ്യക്ക് കൂടുതൽ ദേഷ്യം വന്നത്. എടാ നീ ഇങ്ങനെ പറയരുത്. അപ്പൊ നോറയാണ് പറഞ്ഞതെന്നുള്ള സംഭവം വന്നു. നോറ ഋഷിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെവിയിൽ ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് ഋഷി വന്ന് ശരണ്യോട് ചോദിച്ചെന്നുള്ള ഇതായി. അപ്പം നോറ
എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്, അല്ല ഞാനല്ല പറഞ്ഞത്. ഉടനെ അൻസിബ അയ്യോ അവളൊന്നും പറഞ്ഞിട്ടില്ല, നോറയൊന്നും പറഞ്ഞിട്ടില്ല ഋഷിയുടെ അടുത്ത്. ഉടനെ ജാൻമണി ഇവൾ പറഞ്ഞു കാണും, ഇവൾ പറയും, ഇവൾ പോയിസനാണ്. അവിടെ റസ്മിൻ അതെ നോറേനെ ഒന്നും പറയണ്ട, പറയും, ഞാൻ പറയും, ഇവൾ പോയിസനാണ്, പോയിഷൻ, ഇവൾ ഭയങ്കര പോയിസനാണ്. അപ്പൊ അത് കഴിഞ്ഞ് റസ്മിനെയും നോറേനെയും ജാൻമണിക്ക് ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് അർജുൻ ഋഷി ഇവിടെ സംസാരിക്കണം. അപ്പൊ അർജുൻ ഋഷിനെ പിടിച്ചോണ്ട് പോയി. എടാ നീ ഒന്നും മിണ്ടായിരിക്കുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അർജുനാണ് ശരിക്കും പറഞ്ഞ മണ്ടത്തരം കാണിച്ചത്. എടാ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, എനിക്കൊന്നും കേൾക്കണ്ട. അവർ നിനക്കെതിരെ എനിക്കൊന്നും കേൾക്കണ്ട. അവൾ എന്നോട് പറഞ്ഞല്ലോ ഞാൻ ചതിച്ചതാണെന്ന്, അതിൽ പരം എന്തിരിക്കുന്നു? അതിൽ പരം എന്തിരിക്കുന്നു? അത് കഴിഞ്ഞ് ശരണ്യ ഞാൻ കമ്മിറ്റഡ് ആണ്, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അവനറിയില്ല എന്റെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന്, അത്രമാത്രം ഞാൻ കമ്മിറ്റഡ് ആണ്. അവര് ഫ്രണ്ട്ഷിപ്പിന്റെ എഫ് പോലും അറിയില്ല. എന്നെ പിടിക്ക്, ആരെങ്കിലും പിടിക്ക്. അപ്സരയൊക്കെ പോയി പിടിക്കുന്നുണ്ട്. ഇപ്പൊ ജാൻമണി ആ നോരയാണ് പോയിഷൻ ചേർത്തത്, അവളാണ് ഇതിനെല്ലാം കാരണം. രശ്മിൻ എന്റെ അടുത്ത് നീ സംസാരിക്കരുത്. യു ആർ നോട്ട് ഈക്വൽ ടു മീ. ഒന്നും കൂടെ പറഞ്ഞു കേട്ടോ, യു ആർ നോട്ട് ഈക്വൽ ടു മീ രശ്മിൻ, യു ആർ നോട്ട് ഈക്വൽ ടു മീ. ഓക്കെ, കൂടുതൽ പറയരുത്, പോയിഷനാണ് അവള്. ശരണ്യ ഇത്രയും പറ്റിയിട്ട് അവൻ പറയുന്നത് കേട്ടില്ലേ? അപ്പം നോറ തന്നെയാണ് അപ്പൊ യമുന നോറയായിരിക്കും, കാര്യം ഞാൻ കേട്ടു നോറ സംസാരിക്കണം, അതുകൊണ്ട് റസ്മിൻ അവിടെ മിണ്ടാതിരുന്നാൽ മതി എന്ന് യമുന പറയുന്നത്. അപ്പൊ ഋഷി കഷ്ടം, എൻ്റെ തലയെ കൊണ്ടിരുന്നു, എനിക്കാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവനെ പോലും ജയിപ്പിക്കാൻ പറ്റും, എന്നിട്ട് ഞാൻ അവളെ ചതിച്ചു പോലും. പിന്നെ അത്രേ ഉള്ളൂ. ശരണ്യ അവിടെ കിടന്ന് അലറി വിളിച്ച് കരയാണ്. അപ്പൊ അൻസിബ അത് ഒന്നുമില്ല, അവർക്ക് സത്യം പറഞ്ഞാൽ ശരണ്യക്ക് ഫോട്ടോ എടുത്ത് വെക്കാനുള്ള ഇതുപോലും ഇല്ല, അതുപോലും പറ്റത്തില്ല, പിന്നെ ഇത്തരം ചെയ്തത് ഇങ്ങനെ വന്നിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ നടപ്പ്. അപ്പോൾ ശരണ്യയും അപ്സരയും അവരിങ്ങനെ കൂട്ടാണ്. ഇപ്പം അവിടുത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. ഗ്രൂപ്പ് അർജുന് പതുക്കെ ഒരു കൂറ് ഈ നെസ്റ്റിലേക്കുണ്ട്. അർജുൻ ഡെന്നിൽ നിന്ന് കുറച്ച് അകന്നിട്ടുണ്ട് മാനസികമായിട്ട്. അത് അൻസിബയിൽ നിന്നാണ് അകന്നതെന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഋഷീനെ ഇഷ്ടമാണ്, പക്ഷെ അൻസിബയുടെ കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന രീതിയിൽ, അതായത് അൻസിബയിൽ നിന്ന് കുറച്ച് അകന്നിട്ട് നെസ്റ്റിലേക്ക് കുറച്ച് അടുത്തിട്ടുണ്ട്. ശ്രീതു, ശരണ്യ, നോറ, അപ്സര, ഇത്രയും പേരാണ് ഉള്ളത്. അപ്പം അവരുമായിട്ട് അർജുൻ കുറച്ച് അടുത്തു. ഇനി റസ്മിനും അർജുനുമാണ് ഒരു പവർ ടീമിലുള്ളത്. ഇവർ രണ്ടുപേർക്കും ഇഷ്ടം ഈ നെസ്റ്റ് ടീമിനോടാണ്, കൂറ് ഇവരോടാണ്. മനസ്സിലായ? പിന്നെ റസ്മിനും നോറയും ഒറ്റ ഗ്രൂപ്പാണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. ശരണ്യ അപ്സരയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. അർജുൻ ഇവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ശ്രീതുവും ഇവരെല്ലാവരിലും ഉണ്ട്. ഇനി ഈ ഗ്രൂപ്പിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളാണ് യമുനയും. യമുനയ്ക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മതി, നെസ്റ്റോ ഡെന്നോ എവിടെയെങ്കിലും കയറിയാൽ മതി, ഇപ്പോൾ ഉള്ള ടണൽ ഗ്രൂപ്പ് വേണ്ട. ഇനി ഡെന്നിനകത്ത് ഋഷിയും അൻസിബയും, ഇവരുടെ ഗ്രൂപ്പിനകത്ത് ആരെയും കയറ്റൂല. ഋഷിക്ക് പിന്നെ അൻസിബ പറയുന്നത് കാര്യമാണ്, പക്ഷേ ഋഷി എല്ലാവരും പറയണത് കേൾക്കും. അൻസിബയ്ക്കാണെങ്കിൽ ഒരാൾ വേണം പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച്, അത് ഋഷിയാണ്. ഋഷി കേട്ടോളുമല്ല, ബാക്കി ആരും കേൾക്കൂല. ഇനി അടുത്തത് ശ്രീരേഖയ്ക്ക് എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയുമില്ല. ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാം, ചിലപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളാം, ചിലപ്പോൾ ജിൻഡോയെ പിടിച്ച് ജിൻഡോയുടെ ഗെയിം പ്ലാനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത് ജബ്രിയുടെ ലോകത്തിൽ എവിടെയെങ്കിലും പോയിരിക്കും. ടാസ്ക് വരുമ്പോൾ നന്നായിട്ട് കളിക്കും. അവർ ഗെയിമും ടാസ്കും പറയേണ്ടതൊക്കെ അവസരത്തിന് പറയുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പക്ഷെ ആകെ കൂടെ വെറുപ്പിക്കുന്നത് അത് ഇവരുടെ മൂലയിൽ പോലുള്ള ഇരിപ്പാണ്. ഇനി അതിൻ്റെ സംസാരവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിൻഡോ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നടക്കുകയാണ് എല്ലാവരുടെ ഇടയിലും. അതേപോലെ തന്നെ ജാൻമണിക്ക് ഇപ്പൊ അർജുനെ ഇഷ്ടമല്ല, നോറെ ഇഷ്ടമല്ല, റസ്മിനെ ഇഷ്ടമല്ല, അതേപോലെ ജാസ്മിൻ ഗബ്രി കുഴപ്പമില്ല, ആദ്യം ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ഇവരെയാണ് 3 പേരാണ് ഏറ്റവും കൂടുതൽ വലിയ എനിമീസ്. ഇത് കഴിഞ്ഞ് ജാൻമണിക്ക് കൂടുതൽ ഇഷ്ടം ഋഷീനെയാണ്. അവിടെ ആകെ ഇഷ്ടമുള്ളത് ഋഷീനെയാണ്. ജാൻസിബേനെ ഇപ്പോൾ വലിയ ഒരു ഇതൊന്നുമില്ല, പിന്നെ ശരണ്യ അപ്സരേനെയും വലിയൊരു ഇതൊന്നുമില്ല, എന്തായാലും നോറേനെ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. ഇതിനകത്തേക്കാണ് നമ്മുടെ വൈൽഡ് കാർഡുകൾ വന്ന് കയറാൻ പോകുന്നത്. സ്വാഗതം. ജിൻഡോ ആണെങ്കിൽ രാവിലെ എന്തെങ്കിലും എടുത്തിടും, അവിടെ ഘോര വരക്കായിരിക്കും, എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യും. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ജിൻഡോ ഇങ്ങനെ കരച്ചിൽ. ഇതാണ് ജിൻഡോയുടെ ഗെയിം. ഇത് നോക്കാം ഇത് എങ്ങോട്ടേക്ക് പോകുന്നുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.